എന്തായാലും അന്ന് അൻസാർ അത് ആ ഒരു ക്യാരക്ടർ തന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റി. അതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവത്തോട് നന്ദി പറയണം. പിന്നെ ആക്ടിവിസ്റ്റ് നോക്കുകയാണെങ്കിൽ എല്ലാവരും കിട്ടും തന്നെ. അതായത് വിനയ് ഫോർട്ട് ആയാലും ഷാജോൺ ആയാലും എനിക്ക് അവരുടെ രണ്ടുപേരുടെ പേരേ അറിയുള്ളൂ, ബാക്കിയുള്ളവരാരും പേരറിയില്ല. എന്തായാലും അഭിനയിച്ച എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് തോന്നുന്നു. പടം എന്തായാലും പടം അതായത് മലയാള സിനിമകളുടെ പുതിയൊരു രീതി അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന സിനിമ അത്ര എൻഗേജ് എല്ലാ രീതിയിലും കൊമേഴ്ഷ്യലി സക്സസ് ആവുന്ന സിനിമ. അടിപൊളി, എല്ലാവരും നന്നായിട്ട്. എല്ലാവരും ഇതിൽ അഭിനയിച്ച എല്ലാവരും രക്ഷപ്പെടും വേഗം. ആ ഉണ്ട് ഉണ്ട്. അതൊരു ഇന്റർവ്യൂവിന് ശേഷം ഉണ്ട്. നന്നായിട്ടുണ്ട്. എല്ലാവരുടെയും ഇതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്ത ആളുകളാണ്. ഒരുപാട് പക്ഷേ കണ്ട സിനിമയാണ്. ഫൈനലി തിയേറ്റർ റിലീസായി. ഒരുപാട് നല്ല ഫെസ്റ്റിവൽസിൽ പോയി ഒരുപാട് നല്ല അവാർഡ്സ് കിട്ടിയ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി കൈകാര്യം ചെയ്യുന്ന ഒരു സസ്പെൻസ് ത്രില്ലറാണ്. ഇതിലുള്ള എല്ലാ ആക്ടേഴ്സും സീസൺഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അവരെല്ലാവരും ഒരുമിച്ച് 30 വർഷത്തോളമുള്ള സുഹൃത്തുക്കളാണ്. മോസ്റ്റ് ഓഫ് ദം റിയൽ ലൈഫിലെ ഒരു സുഹൃത്തുക്കളാണ്. ഇതുപോലെയുള്ള കഥകൾ, ഇതുപോലെയുള്ള സിനിമകളിൽ ആളുകളെല്ലാവരും മനസ്സിനറിഞ്ഞാണ് നമ്മളോട് ഒന്ന് സംസാരിക്കുന്നത്. അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. 2024 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വീക്കെൻഡിൽ വന്ന് ഈ ഒരു സിനിമ വീണ്ടും മലയാളി പ്രേക്ഷകർ എപ്പോഴും ഉള്ളതുപോലെ നല്ല സിനിമകളെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് നിറഞ്ഞ സദസ്സിലെ ആട്ടം തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഷാൻചേട്ടൻ്റെ ഗംഭീര ക്യാരക്ടറാണ്. ഈ അഭിനയിച്ച എല്ലാവരും അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇത്രയും വർഷമായിട്ട് അറിയാവുന്നതുകൊണ്ട് പുറത്തുനിന്നുള്ളത് നമ്മുടെ നായിക ഷിഹാബും ഷാജൻ ചേട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷാജൻ ചേട്ടൻ്റെ കരിയറിൽ എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറിലൊന്നായിരിക്കാം ഇത്. സെറിനും ഹീറോയിനും ഫാമിലി മാൻ പോലുള്ള സീരീസിലുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഭയങ്കര ഗംഭീരമായിട്ട് പുറപ്പെടുന്നതാണ്. വിനയ് ഫോർട്ടിൻ്റെ കരിയറിൽ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറാണെന്ന് പറയുന്നത്. പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും നല്ല അവസരങ്ങളിൽ വരും. എല്ലാവർക്കും നല്ല സിനിമകൾ കിട്ടും.